കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ വർധനവ്. പവന് 1080 രൂപയും ഗ്രാമിന് 135 രൂപയും കൂടി. സ്വർണ്ണവില വരും കാലങ്ങളിൽ കുത്തനെ കുറയുമെന്ന പ്രതീക്ഷകൾക്ക് ഇത് തിരിച്ചടിയാവുകയാണ്. കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇന്ന് വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 22 കാരറ്റ് സ്വർണം പവന് 1,12,880 രൂപയാണ് ഇന്നത്തെ വില. 14,110 രൂപയാണ് ഗ്രാം വില. കഴിഞ്ഞ ദിവസത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗ്രാമിന് 135 രൂപയും പവന് 1080 രൂപയുമാണ് വർദ്ധിച്ചിരിക്കുന്നത്. 18 കാരറ്റ് സ്വർണം പവന് 92,760 രൂപയും ഗ്രാമിന് 11,595 രൂപയുമാണ് ഇന്നത്തെ വില. ഗ്രാമിന് 110 രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 14 കാരറ്റ് സ്വർണം ഗ്രാമിന് 9,030 രൂപയും പവന് 72,240 രൂപയും 9 കാരറ്റിന് ഗ്രാമിന് 5,820 രൂപയും പവന് 46,560 രൂപയുമാണ് ഇന്നത്തെ വില. 1,11,800 രൂപയിലാണ് കഴിഞ്ഞ ദിവസം വ്യാപാരം നടന്നത്. അതേസമയം ഇന്നൊരു പവൻ സ്വർണം ആഭരണമായി വാങ്ങണമെങ്കിൽ വിലയായ 1,12,880 രൂപയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞത് 5% പണിക്കൂലി, സ്വർണത്തിന് പണിക്കൂലിക്കും 3% നികുതി, 45 രൂപ ഹോൾമാർക്ക് ചാർജ്, അതിന് 18% നികുതി എന്നിവയും ചേർത്ത് 1,25,000 രൂപയെങ്കിലും നൽകേണ്ടി വരും. പണിക്കൂലി കൂടുതലുള്ള ആഭരണമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ വില ഇനിയും കൂടും. അതേസമയം വെള്ളിവില ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണ്. ഇന്നലെ 1 ഗ്രാമിന് 255 രൂപയും 10 ഗ്രാമിന് 2,550 രൂപയുമായിരുന്ന വെള്ളിവില ഇന്നും അതേ വിലയിൽ തന്നെയാണ്. കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില 1,12,880 രൂപയും ഏറ്റവും കുറഞ്ഞ പവൻ വില 1,09,240 രൂപയുമാണ്. ഈ വിലകൾക്കിടയിൽ കൂടിയും കുറഞ്ഞുമാണിപ്പോൾ സ്വർണത്തിന്റെ സഞ്ചാരം. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാവുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി വെല്ലുവിളി നിറഞ്ഞതാവുകയും ഇത് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്യും. ഇത് ഇന്ത്യ പോലുള്ള ഇറക്കുമതി രാജ്യങ്ങളിൽ പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും വ്യാപാര കമ്മി കൂട്ടുകയും ചെയ്യും. ഇതോടെ സ്വർണത്തിന് ആവശ്യക്കാർ കുറയുമ്പോൾ സ്വർണ്ണവിലയും കുറയും. എന്നാൽ യുദ്ധം അവസാനിക്കുകയും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം വരികയും ചെയ്താൽ സ്വർണ്ണവില തിരിച്ചുകയറും. നിലവിൽ സ്വർണ്ണവില കുറയുമെന്ന് പറയുമ്പോഴും വലിയ തോതിലുള്ള ഇടിവ് സംഭവിക്കാനുള്ള സാധ്യത കുറവാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.